നന്മകൾ പറയാൻ തുടങ്ങി. ആരാന്നറിയോ? എന്ത് നല്ല മനുഷ്യനാണ്. അതാ ഞാനിടയ്ക്ക് ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. പടച്ചവനെ, നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മുടെ മയ്യത്തിന് കണ്ടിട്ട് ആൾക്കാർ പോകുമ്പോ എന്ത് പറയണം? എന്ത് പറയണം? ചിത്തിന പറയണം, നന്മ പറയണം. ഞാനെന്ന് മനുഷ്യൻ സാലിഹായ കിടക്കുന്ന കിടപ്പുണ്ടോ പുഞ്ചിരിയോടെ, ഓ നല്ല മനുഷ്യനായി, ഇതെല്ലാം ഹദിയ ചെയ്യുന്ന മനുഷ്യനാണ്, ഹാജിയാണ് എന്നൊക്കെ പറയണം. അതിനെന്ത് ചെയ്യണം? പറയിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഇപ്പൊ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഒന്ന്, മയ്യത്തിനെ കുറിച്ച് കുറ്റം പറയാൻ പാടില്ല. രണ്ട്, നമ്മുടെ മയ്യത്ത് നോക്കിയിട്ട് ജനങ്ങൾ നന്മ പറയണമെങ്കിൽ നമ്മൾ ആരാകണം? നന്മ ചെയ്തുകൊണ്ടിരിക്കണം ചെയ്യും. അപ്പൊ മരിച്ചു വരുമ്പോൾ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും, നബിതങ്ങളും സഹാബാക്കളും ആ മരണ വീട്ടിലെ ആ മരിച്ചു കിടക്കുന്ന വ്യക്തിയെ കുറിച്ച് സഹാബാക്കൾ നല്ലത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വജബത്ത്, അദ്ദേഹത്തിന് നിർബന്ധമായി പോയി. വീണ്ടും സഹാബാക്കളും മുത്തുനബിയും മുന്നോട്ട് ഗമിക്കുകയാണ്. മറ്റൊരു മരണ വീട് കാണുകയാണ്. ആ മരിച്ചു കിടക്കുന്ന വ്യക്തിയെ കുറിച്ച് ഈ സഹാബാക്കൾ മോശമായ അഭിപ്രായം പറഞ്ഞു. പോയി നന്നായി, രക്ഷപ്പെട്ടു എന്ന് പറയാണ്. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വജബത്ത്, അയാൾക്കും നിർബന്ധമായി പോയി. ഉടനെ ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു, വമാ വജബത്ത് യാ റസൂലല്ലാഹ്, നബിയെ ആദ്യത്തെ മയ്യത്ത് കണ്ടപ്പോഴും അങ്ങ് നിർബന്ധമായി പോയെന്ന് പറഞ്ഞു. രണ്ടാമത്തെ മയ്യത്ത് കണ്ടപ്പോഴും അങ്ങ് നിർബന്ധമായി എന്ന് പറഞ്ഞു. എന്താണ് നിർബന്ധമായി എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആദ്യം നിങ്ങൾ ആ മനുഷ്യന്റെ നന്മകൾ പറഞ്ഞപ്പോ വജബത്ത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗ്ഗം നിർബന്ധമായി എന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ മയ്യത്തിനെ നോക്കിയിട്ട് നിങ്ങൾ ശർറ് പറഞ്ഞപ്പോ വജബത്ത് ലഹുൻ നാർ, അദ്ദേഹത്തിന് നരകം നിർബന്ധമായി എന്ന് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ ഈ ഭൂമിയിലെ അല്ലാഹുവിന്റെ ഷാഹിദീകളാണ്, സാക്ഷികളാണ്. ഒരു മയ്യത്തിനെ കുറിച്ച് പറഞ്ഞാൽ അല്ലാഹു കബൂലാക്കും. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ നന്മ പറഞ്ഞാലും തിന്മ പറഞ്ഞാലും ആർക്ക് ഫലം ചെയ്യും? ആരെ ഫലിക്കും? മയ്യത്തിനെ ഫലിക്കും. ഒരു ഹദീസിൽ കേട്ടോ, അയ്യുമാ മുസ്ലിമിൻ, ഏതെങ്കിലും ഒരു വ്യക്തി മുസൽമാൻ അവൻ മരണപ്പെട്ടു പോയി, അവനെ കുറിച്ച് 4 പേര് നല്ല അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ഖലല്ലാഹുൽ ജന്ന, ആ മയ്യത്തിനെ അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ജീവിച്ചിരിക്കുമ്പോൾ കാശ് കൊടുത്തിട്ടാ ഞാൻ മരിച്ചു 4 നല്ല അഭിപ്രായം പറയട്ടെ. 4 പേര് പറഞ്ഞാൽ ഉടനെ സഹാബാക്കൾ ചോദിച്ചു, നബിയെ 3 പേര് പറഞ്ഞാലോ? അതേ സഹാബ, 3 പേര് നല്ല അഭിപ്രായം പറഞ്ഞാൽ അവന് സ്വർഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആർക്ക് അഭിപ്രായം പറയുന്നവനല്ല, പിന്നെ ഈ മരിച്ചു കിടക്കുന്ന ആൾക്കാർ. ഒരു ഹദീസ് കേട്ടു, മാമിൻ മുസ്ലിമിൻ, ഏതെങ്കിലും ഒരു മുസൽമാൻ യമൂതു, അവൻ മരണപ്പെട്ട് കിടക്കുകയാണ്, അവനെ കുറിച്ച് 4 അയൽവാസികൾ, 4 ശ്രദ്ധിച്ചു, 4 നാട്ടുകാരൻ, 4 അയൽവാസികൾ അവനെ കുറിച്ച് നന്മ പറയുകയാണ്. എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു റബ്ബേ, എന്തോ ഒരു ഉപകാരമായിരുന്നു അല്ലാഹ്, അയാൾ മരിച്ചുപോയത് എന്ന് പറഞ്ഞാൽ ഖബിൽതു ഖൗലകും, ആ 4 പേരുടെ വാക്കിനെ അല്ലാഹു സ്വീകരിച്ചിരിക്കുമെന്ന് അല്ലാഹ് പറയുകയാണ്. 4 അയൽവാസികൾ പറഞ്ഞാൽ അവരുടെ വാക്ക് ഞാൻ ഗഫർതു, ആ മയ്യത്തിന് ഞാൻ പുറത്തു കൊടുക്കും എന്ന് പറയാണ്. ആരാണ്? അയൽവാസികൾ എന്ന് പറയാം. നമ്മൾ നോക്കി അയൽവാസികളെ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അയൽവാസികളുടെ കടപ്പാടൊക്കെ പറഞ്ഞിരുന്ന നബിതങ്ങൾ പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് അയൽവാസികളുടെ മഹത്വത്തെ കുറിച്ച് പ്രഭാഷണം നടത്തുന്ന കേട്ടപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, പടച്ചോനെ, എന്റെ അനന്തര സ്വത്തും കൂടെ അവർക്ക് വീതിച്ചു കൊടുക്കേണ്ടി വരുമോ എന്ന്, ജിബ്രീൽ പറയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അനന്തര സ്വത്ത് ആർക്കാണ്? മക്കൾക്ക് എല്ലാം കൊടുക്കണം, ഇൻഷാ അല്ലാഹ് കൊടുത്ത. ഇനി കിട്ടിയിട്ടും 60 വർഷക്കാലം ഇബാദത്ത് ചെയ്താലും മക്കൾക്ക് അനന്തരാവകാശത്തിൽ വ്യത്യാസം കാണിച്ചാൽ നരകത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. വ്യത്യാസം കാണിച്ചാൽ ആണിനും പെണ്ണിനും ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം. ആരും ശ്രദ്ധിക്കില്ല. വരും ഇൻഷാ അല്ലാഹ് റമദാൻ പറയുന്നത് കുട്ടിക്ക് പറയാം, ഇൻഷാ അല്ലാഹ് അല്ലാഹ് തൗഫീഖ്. അയൽവാസികൾ കുട്ടികൾ 4 പേര് പറയുള്ളൂ. 4 അയൽവാസികൾ, അതാണ് അല്ലാഹ് എത്ര മർമ്മത്തിലൊക്കെ പിടിച്ച ജീവിതങ്ങൾ. കാര്യം നമുക്കറിയാം, അയൽവാസികളോട് അത് ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇതൊറ്റ കാര്യം മതി മുത്തുനബി മനസ്സിലാക്കാൻ. എടാ, നീ വൈകുന്നേരം വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ, നീ മധുര പലഹാരം വാങ്ങിയിട്ട് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നിന്റെ കുട്ടിക്ക് വാങ്ങുന്നതോടൊപ്പം
തൊട്ടപ്പുറത്തെ ശിവന്റെയോ ജോസഫിന്റെയോ മകന് കൂടി മേടിക്കാതെ നീ പോകരുതെന്ന് മുഹമ്മദ് മുസ്തഫ. ആരാ നബി? നമ്മുടെ കുട്ടിക്ക് മേടിച്ചുകൊണ്ട് പോകുമ്പോൾ തൊട്ടപ്പുറത്തവന്റെ വീട്ടിലെ കുട്ടിക്ക് മേടിച്ചു കൊടുക്കണം. ഇനി അവനെ മേടിച്ചു കൊടുക്കാൻ കാശില്ലെങ്കിലോ നിന്റെ കുട്ടിയെ വീടിന്റെ അകത്ത് വെച്ച് തീറ്റിക്കണം. ആ അപ്പുറത്തെ വീട്ടിലെ അയാളുടെ മകൻ നമ്മുടെ കുട്ടി തിന്നുന്നത് കാണാൻ പാടില്ല എന്ന് ലോകത്തെ ഇത്ര വലിയ സംസ്കാരം പഠിപ്പിച്ചതിന് മുഹമ്മദ് മുസ്തഫ. ഇന്ന് ഏതെങ്കിലും മക്കളെ നമ്മൾ വിടുവോ കളിക്കാൻ? കുട്ടികളുമായിട്ട് എല്ലാവരും ലാപ്ടോപ്പും ടാബും ഈ ഫേസ്ബുക്കും വാട്സപ്പായിട്ട് ഇരിക്കും. ഇല്ല, അഡിക്റ്റായി പോയി അതിനെ കെട്ടി ജീവിക്കാൻ. പണ്ട് നമ്മൾ 10ാം ക്ലാസ്സിന്റെ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു, 10ാം ക്ലാസ്, പഴയ 10ാം ക്ലാസ്, ഇപ്പോഴത്തെ 10ാം ക്ലാസ് അല്ല, അതില് വൈലോപ്പള്ളി ശ്രീധരൻ മേനോൻ അയാള് പറയുന്നുണ്ട്, അയൽപക്കത്തെ കൊച്ചു കുട്ടികൾ ഉത്സാഹത്തോ ഡബർതൻ മാവിൻ ചോട്ടിൽ കളിവീടുണ്ടാക്കുന്നു. പൂവാല കണ്ണാർ കണ്ണാർ മാമ്പഴം തരികെന്നോ പൂവാലും കൊതിയോടെ വിളിച്ചോ പാടിയിടുന്നു. അങ്കണത്തൈ മാവിൽ നിന്നാദ്യത്തെ പഴം വീണേ. അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചൂടു കണ്ണീർ. മാമ്പഴക്കാലമാകും, മരത്തിന്റെ ചുവട്ടിൽ കുട്ടികൾ, അയൽവാസികളെല്ലാം കുട്ടികളോട് ചേർന്നിട്ട് പൂവാല